പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിലെ ഓർമ്മപ്പെടുത്തൽ ശക്തമാണ്. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. പിന്നീടുള്ള വായന നമ്മൾ പലവട്ടം ധ്യാനിച്ചിട്ടുള്ള കർത്താവിനെയും ധനത്തെയും ഒരുപോലെ ഒരേ മനസ്സോടെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലിന് പകരമായിട്ട് മറ്റൊരു ചിന്തയിലേക്ക് പോകുന്നത് നന്നായിരിക്കും. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നുള്ള ആ രണ്ടാമത്തെ ഭാഗം, നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ, സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. ഒന്നാമത്തെ വായന മുഴുവൻ പറഞ്ഞു വയ്ക്കുന്നത് പരസ്പരം അഭിവാദനം ചെയ്യുന്നതിനെക്കുറിച്ച്, പരസ്പരം ചേർത്ത് പിടിക്കുന്നതിനെക്കുറിച്ച്, പരസ്പരം വിശുദ്ധ ചുംബനം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ്. നമ്മുടെ കുടുംബത്തിൽ ഈ പണത്തേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അത്യാവശ്യം നിൽക്കുന്നൊരു കാര്യം ഇപ്പോൾ ഈ ഒരു ചേർത്ത് പിടിക്കലും ഈ ഒരു പരസ്പര സമാധാനം കൊടുക്കലും സ്നേഹചുംബനം കൊടുക്കലും ഒക്കെയാണെന്ന് തോന്നുന്നു. ഒന്ന് അഭിവാദനം ചെയ്യുന്ന കാര്യം ഇങ്ങനെ ഒഫീഷ്യലാവാനല്ല പറയണത്, നേരെ മറിച്ച് അമ്മയുടെ അടുത്ത് ചെന്നൊന്ന് കെട്ടിപ്പിടിക്കലൊരു അഭിവാദനമാണ്. അപ്പോൾ ഇന്നത്തെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് ഒരു അഭിവാദനമാണ്. ഒരു സ്കൂളിലെ വിശേഷങ്ങൾ മക്കൾ പറയുന്ന നേരത്ത് അത് കേട്ടിരിക്കുന്നത് ഒരു അഭിവാദനവും പ്രോത്സാഹനവുമാണ്. പ്രയാസങ്ങളുമായിരിക്കുന്ന ഒരാളുടെ മുഖം കുനിഞ്ഞിരിക്കുമ്പോൾ ഒന്നും ചോദിക്കാതെ അയാളെ ചേർത്ത് പിടിക്കുന്നത് ഒരു അഭിവാദനമാണ്. ഇത് ഒന്നാമത്തെ വായന നമ്മളോട് മുഴുവൻ പറയുന്ന കാര്യം ഇതാണ്. ഏതോ നാട്ടിൽ കിടക്കുന്നൊരു മനുഷ്യൻ പല നാടുകളിലുള്ള മനുഷ്യർക്ക് കത്തെഴുതിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവിൻ, എൻ്റെ പ്രിയപ്പെട്ട എപ്പായിത്തോസിനെ അഭിവാദനം ചെയ്യുവിൻ. എന്തൊരു വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിക്കണേ, എൻ്റെ പ്രിയപ്പെട്ട. ഓരോരുത്തരെയും എടുത്തു പറയുമ്പോൾ ഈ ഒരു മനുഷ്യന് പിന്നീട് പൗലോസ്ലീഹയോട് ഉണ്ടാകാവുന്ന ഒരു അടുപ്പവും സ്നേഹവും ആദരവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് ഒരാളെ പേഴ്സണലൈസ് ചെയ്ത് വളരെ പേഴ്സണലി അഭിവാദനം ചെയ്യുകയാണ്. ഈ ഒരു സ്നേഹം, ഈ ഒരു അടുപ്പം, ഈ ഒരു കരുതൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലൊന്നൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനൂസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും വന്ദനമേകുവിൻ, വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവിൻ. ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയക്കുന്നു. കർത്താവിൻ്റെ വലിയ സ്നേഹം ഒരു കത്തിലൂടെ ഒരു സഭയിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ സ്നേഹം കൊണ്ട് നിങ്ങളും പരസ്പരം ആശംസകൾ നേരാനും പരസ്പരം വിശുദ്ധ ചുംബനം കൊടുത്തുകൊണ്ട് അടുത്തിരിക്കാനും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ഒന്ന് മനസ്സിലാക്കിയത് നല്ലത്. ഈ മങ്കി പെൻ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു സ്കൂളിൽ അസംബ്ലി നടക്കുന്നതിന് തൊട്ട് മുൻപാകുന്ന ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ആ അനൗൺസ്മെൻറ്റിൽ ഒരു കുഞ്ഞാണ് അന്നത്തെ ഒരു റേഡിയോ ജോക്കിയെ പോലെ ആ മൈക്കിൽ ഇരിക്കണേ. എന്നിട്ട് പറയും, നമ്മൾ സാധാരണ നമ്മുടെ ടീച്ചർമാരെ വിഷ് ചെയ്യുന്നത്, രാവിലെ വിഷ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുങ്ങളിങ്ങനെ കണ്ണടച്ചിട്ട് ആലോചിക്കുന്നുണ്ട്, ടീച്ചർമാർ ആലോചിക്കുന്നുണ്ട്. ഒരു മര്യാദയില്ലാതെ, ഒരു ബഹുമാനമില്ലാതെ, അവർക്ക് തോന്നിയ വിധത്തിൽ ഒരു ഒച്ചയില്ലാതെ, സന്തോഷമില്ലാതെ, സ്നേഹമില്ലാതെ അതങ്ങനെ ആലോചിച്ചെടുക്കുന്നുണ്ട്. ആ സമയം ഇവൻ വീണ്ടും ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പറയണത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു കുഞ്ഞ് കൈകൂപ്പി ടീച്ചറിന് നമസ്കാരം പറയണമെന്ന് ആലോചിച്ച് നോക്കിയേ. അവരെല്ലാവരും ആലോചിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു BGM അവിടെ കൊടുക്കും. ഇനി ഒരു ക്ലാസ് മുഴുവൻ ഇത് ഇങ്ങനെ ടീച്ചർമാരെ വിഷ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ, കൈകൂപ്പി നമസ്കാരം പറഞ്ഞ്. ഇനി ഒരു സ്കൂൾ മുഴുവൻ ഈ ടീച്ചർമാരെ ഇങ്ങനെ കരം കൂപ്പി നമസ്കാരം പറഞ്ഞ് വിഷ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം ആ സ്കൂളിൽ അപ്പോൾ തന്നെ അവരുടെ മുഖങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. എന്നിട്ട് ആൾ പറഞ്ഞു കൊടുക്കും, അതോടുകൂടെ ഒരുപാട് സ്ട്രെസ്സൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ ടീച്ചർമാർ വീട്ടിലെ സ്ട്രെസ്സൊക്കെ മറക്കും. അവർക്ക് നന്നായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പറ്റും, നമുക്ക് നല്ല മാർക്സ് കിട്ടും. ഒരൊറ്റൊരു അഭിവാദനത്തിൻ്റെ കാര്യം ഒരു സ്കൂൾ മുഴുവൻ ഇങ്ങനെ മാറ്റിമറിക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഒരു സിനിമ ഡയലോഗിലൂടെ നമുക്ക് കിട്ടുമ്പോൾ അതേ കാര്യം വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും.
സ്നേഹചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി? അപ്പൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായി? അപ്പനും അമ്മയും കരം ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് മക്കൾ കണ്ടിട്ട് എത്ര കാലമായി? കുറ്റം പറയാനല്ലാതെ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ വാ തുറന്നിട്ട് എത്ര കാലമായി? നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. വചനത്തിൽ അപ്പസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ഈ നാവ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേരെ തളർത്തിക്കളയാൻ പറ്റും, ഇങ്ങനെ കൊല്ല ചെയ്യാൻ പറ്റും, ഒരാളെ ഇല്ലാതാക്കാൻ പറ്റും. നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും. എന്നാൽ ഇതേ നാവ് കൊണ്ട് നിങ്ങൾക്ക് കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. സ്വർഗത്തോളം എത്തിക്കാനായിട്ട് ഈ നാവിന് കഴിവുണ്ട്. അഭിവാദനം കൊണ്ട് ഒരു കുടുംബം മുഴുവൻ പ്രകാശിപ്പിക്കപ്പെടുമെങ്കിൽ, ഒരാളുടെ ജീവിതം ഇങ്ങനെ ശക്തിപ്പെടുമെങ്കിൽ, അയാളുടെ ജീവിത വഴികൾക്ക് പ്രകാശം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനിയും എന്തിനാ മടിച്ചുകൊണ്ടിരിക്കണേ? കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹം കൊണ്ട് അഭിവാദനം ചെയ്യുന്നത് പോലെ, ഞങ്ങളെ കെട്ടിപ്പിടിക്കാനായി എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് പോലെ, നിങ്ങൾക്ക് സമാധാനം എന്നുള്ള ആ ഒരു വലിയ ആശ്വാസവചനത്തോടുകൂടെ ഉദ്ധിതനായ ക്രിസ്തു അഭിവാദനം ചെയ്ത് പ്രത്യക്ഷപ്പെടുന്നത് പോലെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നാവുകളിൽ നിന്ന് കൂടെയുള്ളവരെ ബലപ്പെടുത്തുകയും പ്രകാശിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അഭിവാദന വചനങ്ങൾ ഉതിർന്നു വരാൻ തമ്പുരാനെ സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ, സ്വർഗത്തിൻ്റെ സ്നേഹം നിറച്ചൊരു അഭിവാദനം ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ നല്ല അഭിവാദനങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തി നൽകുന്നതും പ്രകാശം കൊടുക്കുന്നതുമാണ് വചനം പറഞ്ഞു കൊടുത്തിട്ടുള്ള അഭിവാദനങ്ങൾ. കിടക്കുന്നതിന് മുൻപ് ഒരു ഗുഡ് നൈറ്റും വേണ്ട, വേറൊന്നും പറയണ്ട, ഒരു വചനം ഒന്ന് ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ കൂടെയുള്ളവർക്ക്? ആരെയെങ്കിലും എപ്പോഴെങ്കിലും ആ വചനം തൊട്ടിരിക്കുക തന്നെ ചെയ്യും. അവരുടെ ജീവിതം മാറ്റിയിരിക്കുമത് ഉറപ്പുള്ള കാര്യമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നല്ല രാത്രി ഉണ്ടാവട്ടെ എന്ന് കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥന സമർപ്പിച്ച് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.